അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഗൈസ്, ഇന്ന് ശനിയാഴ്ച ആയിട്ട് നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ അബുദാബി ഷെയ്ഖ് സായിദ് പള്ളി കാണാൻ പോവാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ആ പള്ളി കാണൽ എന്നുള്ളത്. അപ്പൊ നമ്മ അബുദാബി ഷെയ്ഖ് സായിദ് പള്ളിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മളെ വണ്ടി ഡ്രൈവർ നമ്മളെ അഫ്സീന, എൻ്റെ സ്വന്തം കുഞ്ഞിപ്പെണ്ണ്. അപ്പൊ ഇവളാണ് ഇന്ന് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ക്ലച്ച് ഏതാ ആക്സിലേറ്റർ ഏതാ അറിയാത്ത ഞാനാണ് വണ്ടി ഓട്ടുന്നത്. വണ്ടി ഓട്ടോമാറ്റിക് ആണ്, അവിടെ ഇരുന്നെടുത്താൽ മതി, വണ്ടി തന്നെ പോയിക്കോളും, ഓട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളുള്ളത് അബുദാബിയിലേക്കുള്ള യാത്രയിലാണ് ഗൈസ്. അപ്പോൾ അബുദാബിയിൽ നമുക്ക് നമ്മളെ ഷെയ്ഖ് സായിദ് പള്ളി കാണൽ മാത്രമല്ല, അതിനുമുമ്പ് വേറെയും ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് എന്നുള്ളത് ഷെയ്ഖ് സായിദ് റോഡാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പറ്റും. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമ്മളെ ബുർജ് ഖലീഫയും കൂടി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ബുർജ് ഖലീഫ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്യൂച്ചർ മ്യൂസിയം ബുർജ് ഖലീഫയും കണ്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ, ദാറ്റ് മീൻസ് ഒരു 140 കിലോമീറ്റർ ആണ് അബുദാബിയിലേക്കുള്ള ദൂരം. നമ്മുടെ ലക്ഷ്യം ഷെയ്ഖ് സായിദ് റോഡാണ്, ഷെയ്ഖ് സായിദ് മസ്ജിദാണ്. നമ്മളെ കറാമെന്ന് തന്നെ അത്യാവശ്യ ദൂരം അബുദാബിയിലേക്കുണ്ട്. ആ കാണുന്നതാണ് ദുബായ് മറീന മോൾ. അതിൻ്റെ സൈഡിലുള്ള ഇമാർ ആ ബിൽഡിങ്ങിലാണ് നമ്മൾ അഫി വർക്ക് ചെയ്യുന്ന സ്ഥലം. ദുബായിലെ മാളുകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു മാളാണ് മറീന മോൾ എന്നുള്ളത്. ഇവിടെ അടുത്തു തന്നെയാണ് പാം ജുമൈറ ബീച്ചൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ യാത്ര ദുബായിയുടെ എൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ ബിൽഡിങ്സൊക്കെ തീർന്നിട്ട് മരുഭൂമി കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി പോയാൽ അബുദാബി ബോർഡർ നമുക്ക് കാണാൻ പറ്റും. ഒരു മണിക്കൂറത്തെ യാത്ര, ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ അബുദാബിക്കാണെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ദൂരാണെന്നൊക്കെ വിചാരിക്കില്ല. അങ്ങനത്തെ ആ ഒരു മടുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. റോഡൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്മൂത്ത് റോഡായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എൻജോയ് ചെയ്ത് വന്നു. ഇപ്പം നമ്മൾ അബുദാബിയിലുള്ളത്. അബുദാബിയിൽ വേറെ പ്രത്യേകത എന്താ പറയുക, 140 നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ദുബായിൽ ഞാൻ കുറേ കാറിൽ പോയിട്ടുണ്ടെങ്കിലും 120 വരെയാണ് മിനിമം സ്പീഡെല്ലാം കണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്കത് അറിയുന്നില്ലല്ലോ, 40 ഇത് പറക്കാണ്. ഇത് ഉള്ളിൽ ഇരിക്കുമ്പോ ആ സ്പീഡ് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. പിന്നെ അബുദാബിയും ദുബായും നല്ല വ്യത്യാസമുണ്ട്. ദുബൈനെ പോലെ അല്ല അബുദാബി, നല്ല വ്യത്യാസമുണ്ട്. ബിൽഡിങ്സും കാര്യങ്ങളും ഇവിടെ കുറവാണ്. ദുബായ് അത്യാവശ്യം ബിൽഡിങ്ങും കാര്യങ്ങളും, ഒരു എന്ത് പറയല്, മോഡേൺ ലൈഫാണ് ദുബായ്. അങ്ങനെ നമ്മൾ 2 മണിയായപ്പോൾ നല്ല വിശപ്പ് വന്നപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി. മലയാളീസ് ഹോട്ടലിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നത് ബിരിയാണിയോ മന്തിയോ അങ്ങനത്തെ ഒന്നുമല്ല, നല്ല സദ്യ കഴിക്കുക, നല്ല ചോറും കറിയും. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ഫുഡാണ്. ഒരുപാട് ഐറ്റംസ് അതിലുണ്ട്, ഏകദേശം 11ഓളം ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ നല്ല മത്തി ഫ്രൈ, അയില ഫ്രൈ ഒക്കെ വാങ്ങി നല്ല അടിപൊളിയായി ഫുഡ് കഴിച്ചു ഗൈസ്. ഇതിലെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല കൊടമ്പുളിയിട്ട മത്തിക്കറി ഉണ്ടായിരുന്നു. മത്തിക്കറി, അതേപോലെ മത്തി പൊരിച്ചത്, അതേപോലെ അയില പൊരിച്ചത് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി നല്ല അടിപൊളിയായി ഫുഡ് കഴിച്ചു. ചൂട് എന്ന് പറഞ്ഞാലേ അൺസൈക്കബിൾ, ഒന്നൊന്നര ചൂട്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്ന എന്ത് പറഞ്ഞെങ്കിൽ പുറത്തെല്ലാം പണിയെടുക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. ഈ 1 മണിക്കൂറിൽ 10 മിനിറ്റ് പുറത്ത് നിൽക്കുന്ന സഹിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ബിൽഡിങ്ങിന്റെ മേലെ ഫുൾ ടൈം കുടുംബത്തിന് വേണ്ടിയിട്ട് സഹിക്കുന്ന വേദനകൾ സമ്മതിച്ചേ മതിയാവും. നമ്മ ഉച്ചക്ക് ഉണ്ടായി അതേ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കുറച്ച് പണിയെല്ലാം ഉണ്ടായോണ്ട് ഇവിടുത്തെ നമ്മ ചായ അടിക്കാൻ പോകുന്നത് പാരിസ് ജംഗ്ഷന്. ആദ്യമായിട്ടാണ് അബുദാബി എന്നുള്ള ചായ. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റില്ലേ നല്ല രസമുണ്ട് കേട്ടോ. നല്ല സുഖമുള്ള കാറ്റും അസ്തമിക്കാൻ തുടങ്ങുന്ന സൂര്യനും നല്ല രസമുണ്ട്. അപ്പോൾ പാരീസിൽ നിന്ന് ചായ വാങ്ങിയിട്ട് പോവാം. എന്നാൽ കടിയുണ്ടെങ്കിൽ കടിയും വാങ്ങണം. ഇതാണ് ഷോപ്പ്. അപ്പോൾ നല്ല ചായയും കടിയും വാങ്ങി നേരെ കാറിൽ പോയിരുന്ന് കുടിക്കാനാണ് പ്ലാന്. ഇതാണ് അബുദാബിയിലെ ഈവനിങ് സമയം.
വൈകുന്നേരം മഗ്‌രിബാവാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഷെയ്ഖ് സായിദ് പള്ളിയിലേക്ക് എത്തണം. അപ്പോൾ നിങ്ങളെ യാത്ര ചായം കുടിച്ച് നേരെ അവിടുന്ന് അബുദാബി ഷെയ്ഖ് സായിദിലേക്ക് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ദൂരെ നിന്ന് നോക്കിയാൽ നമുക്ക് ഷെയ്ഖ് സായിദ് പള്ളിൻ്റെ തലയെടുപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സൂമാക്കി നോക്കുമ്പോൾ ഷെയ്ഖ് സായിദ് പള്ളി ഇങ്ങനെ നല്ല അടിപൊളിയായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുമ്പേ വരണം എന്ന് വിചാരിച്ച സ്ഥലമായിരുന്നു. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതാണ് ഗൈസ് UAE-യിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിയ പള്ളി ഷെയ്ഖ് സായിദ് പള്ളി. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദാണ് ഷെയ്ഖ് സായിദ് മസ്ജിദ്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിസിറ്റിന് അലൗഡായ പള്ളിയാണിത്. ഈ കാണുന്നതാണ് പള്ളിയുടെ വമ്പൻ കവാടം. ഇതിൻ്റെ അടുത്തേക്ക് നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പാർക്കിംഗ് ഏരിയയിലാണ്. അപ്പോൾ നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ഷെയ്ഖ് സായിദ് പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഷെയ്ഖ് സായിദ് പള്ളിയിൽ പോവാന്നുള്ളത്. ഇതിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പള്ളീൻ്റെ ഉള്ളിൽ കാണുന്ന ഈ കാർപ്പറ്റില്ലേ, ഈ കാർപ്പറ്റ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ കാർപ്പറ്റാണ്. കാരണം കൈകൾ കൊണ്ട് തുന്നിച്ചേർത്ത ഏറ്റവും വലിയ കാർപ്പറ്റാണിത്. ഇവിടുത്തെ മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഷെയ്ഖ് സായിദ് മസ്ജിദ് പള്ളിയും കണ്ട് ഞങ്ങൾ ഏകദേശം മടങ്ങാനുള്ള സമയമായിട്ടുണ്ട്.